നമസ്കാരം. ജെ.സി. അവതരിപ്പിക്കുന്ന പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഒട്ടും കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് സ്വന്തമായി ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമോന്ന്? തീർച്ചയായും പറ്റും. യാതൊരു മുൻപരിചയവുമില്ലാതെ തന്നെ ക്ലോഡ് ഡിസൈനും നെറ്റ്ലിഫൈയും ഉപയോഗിച്ച് അതെങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഞാനൊരു ഡെവലപ്പർ അല്ല, എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കോഡിംഗ് ചെയ്തിട്ടുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പേടിക്കേണ്ട, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈയൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്ലൂ പ്രിന്റ് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ തികച്ചും തുടക്കക്കാർക്ക് വേണ്ടിയാണ്, അല്ലാതെ വലിയ പ്രോഗ്രാമിംഗ് വിദഗ്ധർക്ക് വേണ്ടിയല്ല എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഒരു ചെറിയ ആശയത്തിൽ നിന്ന് തുടങ്ങി ലൈവായ ഒരു വെബ്സൈറ്റ് എങ്ങനെ നിർമ്മിക്കാമെന്നതിന്റെ ഇന്നത്തെ നമ്മുടെ അജണ്ട പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം നോ കോഡ് വിപ്ലവം, പിന്നെ മികച്ച പ്രോംപ്റ്റ് തയ്യാറാക്കൽ, ക്ലോഡ് ഡിസൈൻ ഉപയോഗിച്ചുള്ള നിർമ്മാണം, നെറ്റ്ലിഫൈ വഴി ലൈവാക്കൽ, ഇതിനിടയിലുള്ള ഉപയോഗപരിധി എന്ന കടമ്പ, പിന്നെ ഏറ്റവും ഒടുവിലായി ഇതൊരു വരുമാനമാക്കി മാറ്റാനുള്ള അവസരം. ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നോ കോഡ് വിപ്ലവം, അതായത് തടസ്സങ്ങളില്ലാത്ത നിർമ്മാണം. പണ്ടൊക്കെ വെബ് ഡിസൈൻ എന്ന് കേട്ടാൽ തന്നെ വലിയ ചിലവേറിയതും ടെക്നിക്കലായിട്ടുള്ളതുമായൊരു കാര്യമായിരുന്നു, അല്ലേ? എന്നാൽ ഇന്ന് ഈ AI ടൂളുകൾ ആ സാങ്കേതിക തടസ്സങ്ങളെയെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. അതെ, ഒരു വരി പോലും കോഡ് എഴുതാതെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നോക്കൂ, ഈ കോഡ് രഹിത പ്രക്രിയ തുടങ്ങുന്നത് തന്നെ വളരെ ലളിതമായൊരു ആശയത്തിൽ നിന്നാണ്. നമ്മുടെ ക്രിയേറ്റർ വെറുതെ ഇറ്റ്സിയിൽ കണ്ട ഒരു ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ന്യൂയോർക്കിലെ IME സലോൺ എന്ന പേരിൽ ഒരു ഹൈ എൻഡ് ലക്ഷറി ഹെയർ എക്സ്റ്റൻഷൻ സലൂണിനായി ഒരു സൈറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എത്ര വലിയ വെബ്സൈറ്റ് ആയാലും അതിന്റെ തുടക്കം ഇത്രയും സിമ്പിളാണ്. ഇനി രണ്ടാമത്തെ ഭാഗം, മികച്ച പ്രോംപ്റ്റ് തയ്യാറാക്കാം. നമ്മൾ ChatGPTയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു മികച്ച പ്രോംപ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങളൊരു വിദഗ്ധനായ പ്രോംപ്റ്റ് റൈറ്റർ അല്ലെങ്കിലോ, അത് സാരമില്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കി ഒരു കിടിലൻ പ്രോംപ്റ്റ് എഴുതി തരാൻ നിങ്ങൾ നേരിട്ട് ChatGPTയോട് തന്നെ ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ ഈ ലക്ഷറി സലൂണിനായി ChatGPT നമുക്ക് തയ്യാറാക്കി നൽകിയത് 335 വരികളുള്ള അതിവിപുലമായൊരു പ്രോംപ്റ്റാണ്. അതിൽ ഹോം പേജ്, അവരുടെ സർവീസുകൾ പറയുന്ന പേജ്, ബുക്കിംഗ് സൗകര്യം, ഗാലറി, കൂടാതെ ഒരു ഷോപ്പ് പേജ് എന്നിങ്ങനെ ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റിനു വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ പ്രോംപ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു. മൂന്നാമത്തെ ഭാഗം ക്ലോഡ് ഡിസൈൻ ഉപയോഗിച്ചുള്ള നിർമ്മാണം. പ്രോംപ്റ്റിൽ നിന്നും പ്രോട്ടോടൈപ്പിലേക്കുള്ള യാത്ര. നമ്മുടെ കയ്യിലിപ്പോൾ ശക്തമായൊരു പ്രോംപ്റ്റ് കിട്ടിയല്ലോ. ഇനി നമ്മൾ നേരെ ക്ലോഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുകയാണ്. അവിടെ പ്രോംപ്റ്റ് കൊടുത്താൽ നിമിഷനേരം കൊണ്ട് മാജിക് സംഭവിക്കുന്നത് കാണാം. വെറുമൊരു ടെക്സ്റ്റ് മനോഹരമായൊരു പ്രോട്ടോടൈപ്പായി മാറാൻ പോവുകയാണ്. ഇതിന്റെ കൃത്യമായ പടികൾ വളരെ എളുപ്പമാണ്. ആദ്യം ക്ലോഡ് ഡിസൈൻ തുറന്ന് പ്രോട്ടോടൈപ്പും ഹൈ ഫിഡലിറ്റിയും സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രോജക്റ്റിന് ഉദാഹരണത്തിന് IME സലോൺ എന്നൊരു പേരും നൽകി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ChatGPT പ്രോംപ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ ചെയ്യുമ്പോൾ സ്ക്രീനിൽ നിറയെ കോഡുകൾ വരുന്നത് കണ്ട് തലകറങ്ങാൻ നിൽക്കരുത്. അതൊന്നും നമ്മൾ വായിക്കേണ്ടതില്ല. ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി, വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ തനിയെ അവിടെ വന്നുകൊള്ളും. ഇനി ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സൈറ്റിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വന്നാൽ അത് വളരെ ഈസിയായി മാറ്റാൻ പറ്റും. ക്ലോഡിന്റെ കമന്റ് ഫീച്ചർ ഉപയോഗിച്ച് ഉദാഹരണത്തിന് അപ്രതീക്ഷിതമായി വന്ന ഹെഡ്ഫോണുകളുടെ ചിത്രത്തിനു പകരം സലൂണിന്റെ ചിത്രം നൽകാനും 2018 എന്നത് മാറ്റി 2024 ആക്കാനും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് സ്വന്തമായി ഇമേജുകൾ അപ്ലോഡ് ചെയ്യാനും കഴിയും. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നാലാമത്തെ ഭാഗം നെറ്റ്ലിഫൈ വഴി ലൈവാക്കാം. അതായത് ഈ സൈറ്റിനെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ നമ്മുടെ പ്രോട്ടോടൈപ്പ് റെഡിയായി. ഈ എക്സ്പ്ലെയിനറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത് കേട്ടോ. നമ്മുടെ ഈ വെബ്സൈറ്റിനെ യഥാർത്ഥ ഇന്റർനെറ്റിലേക്ക്, ആളുകളിലേക്ക് എത്തിക്കാനുള്ള സമയമായി. ഇവിടെ ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. നിങ്ങൾ വെറും ഒരു ക്ലോഡ് ലിങ്ക് കോപ്പി ചെയ്ത് ഷെയർ ചെയ്താൽ ആളുകൾ കാണുന്നത് ക്ലോഡിന്റെ ലോഗോയും ബ്രാൻഡിംഗ് ഒക്കെ ഉള്ളൊരു ഡിസൈനായിരിക്കും. അതൊട്ടും പ്രൊഫഷണൽ അല്ലല്ലോ. പകരം എക്സ്പോർട്ട് സ്റ്റാൻഡലോൺ HTML എന്ന ഓപ്ഷൻ എടുത്താൽ നിങ്ങളുടെ ഡിസൈനും ഫോണ്ടുകളും ഒന്നും നഷ്ടപ്പെടാതെ ഒരു പക്ക പ്രൊഫഷണൽ വെബ്സൈറ്റായി തന്നെ ഇതിനെ മാറ്റാൻ കഴിയും. ഇനി ഹോസ്റ്റിംഗിലേക്കുള്ള ലാസ്റ്റ് സ്റ്റെപ്പുകൾ പറയാം. നേരെ netlify.com/dropൽ പോയി ഫ്രീ ആയി സൈനപ്പ് ചെയ്യുക. അവിടെ ഡാഷ്ബോർഡിൽ നിന്ന് team/projects എന്ന ഡമ്മി ടെക്സ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്താൽ ഒരു ഡ്രോപ്പ് സോൺ കിട്ടും. അവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ക്ലൗഡ് HTML ഫയൽ വെറുതെ ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് സൈറ്റ് കോൺഫിഗറേഷനിൽ പോയി നിങ്ങളുടെ URL IME സലൂൺ എന്നാക്കി മാറ്റാം. URLന്റെ അവസാനം .netlify.app എന്ന് വരും. എങ്കിലും തുടക്കമെന്ന നിലയിൽ അത് തികച്ചും പെർഫെക്റ്റ് ആണ്. അഞ്ചാമത്തെ ഭാഗം ഉപയോഗപരിധി എന്ന കടമ്പ. നമ്മൾ അടിപൊളിയായി വെബ്സൈറ്റ് ലൈവാക്കി. പക്ഷേ ഈ എക്സൈറ്റ്മെന്റിനിടയിലും നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് AI ഡിസൈനിന്റെ ഒരു വിലയുണ്ട്.
പ്രതീക്ഷകളെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്ന ആ പ്രധാന കടമ്പ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിഞ്ഞേക്കില്ല, പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ഒരേ ഒരു വെബ്സൈറ്റ്, അതെ, ഒന്ന് മാത്രം. ഈ ഒറ്റ വെബ്സൈറ്റ് പൂർണ്ണമായി നിർമ്മിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്രിയേറ്റർക്ക് ലഭിച്ചിരുന്ന ക്ലോഡ് ഡിസൈൻ ക്രെഡിറ്റുകളെല്ലാം തീർന്നുപോയി എന്നതാണ് സത്യം. അപ്പോൾ ഈ പരിധി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നീട് യാതൊരു ഡിസൈൻ വർക്കുകളും ചെയ്യാൻ പ്ലാറ്റ്ഫോം നിങ്ങളെ അനുവദിക്കില്ല. നിങ്ങൾ അവിടെ ബ്ലോക്കാകും. അടുത്ത ക്രെഡിറ്റ് കിട്ടാൻ പൂർണ്ണമായും 7 ദിവസങ്ങൾ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ക്യാച്ച്. എങ്കിലും വിഷമിക്കണ്ട, 6ാമത്തെ ഭാഗം വരുമാനത്തിനുള്ള അവസരം. ഈ ഒരു ലിമിറ്റ് കണ്ട് നാം പിന്മാറാൻ പാടില്ല. പ്ലാറ്റ്ഫോമിലെ ഈ ചെറിയ തടസ്സങ്ങൾക്കിടയിലും നിങ്ങൾ ഇപ്പോൾ പഠിച്ചെടുത്ത ഈ കഴിവ് വലിയൊരു ബിസിനസ്സാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിക്കും ഇതൊരു സൈഡ് ഹസിലാക്കാൻ പറ്റിയ ബെസ്റ്റ് അവസരമാണ്. ലവബിൾ അല്ലെങ്കിൽ ബേസ് 44 പോലുള്ള മറ്റ് AI ടൂളുകൾ നോക്കിയാൽ അവരുണ്ടാക്കുന്ന സൈറ്റുകളൊക്കെ കണ്ടാൽ ഒരേപോലെ തോന്നും. ഒരു ബ്രാൻഡിന്റെ തനിമ അവിടെ കാണില്ല. പക്ഷേ ക്ലോഡ് നിർമ്മിക്കുന്ന വെബ്സൈറ്റുകൾ തികച്ചും വ്യത്യസ്തവും മനോഹരവുമാണ്. ഇതൊരു ഫ്രീലാൻസർ എന്ന നിലയിൽ നിങ്ങൾക്ക് വലിയൊരു മുൻതൂക്കം നൽകും. പോരാത്തതിന് പ്രോംപ്റ്റുകൾ വഴി സ്ട്രൈപ്പ്, പേപാൽ പോലുള്ള പേയ്മെന്റ് സിസ്റ്റങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്താണെന്നാൽ, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ക്ലയന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് $500 വരെ ഈടാക്കാൻ സാധിക്കും എന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു പ്രീമിയം അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ദിവസവും 1-2 വെബ്സൈറ്റുകൾ വരെ ഉണ്ടാക്കി വലിയൊരു വരുമാനം കണ്ടെത്താൻ ഈസിയായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഈ എക്സ്പ്ലെയിനറിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. പോകുന്നതിന് മുൻപ് നിങ്ങളോടൊരു ചോദ്യം. നിങ്ങളുടെ അടുത്ത ഉപയോഗ പരിധി എത്തുന്നതിന് മുൻപ് ഏത് തരത്തിലുള്ള ഹൈ എൻഡ് വെബ്സൈറ്റാണ് നിങ്ങൾ നിർമ്മിച്ച് പണമുണ്ടാക്കാൻ പോകുന്നത്? കോഡിംഗ് ആവശ്യമില്ലാത്ത ഈ അത്ഭുതവിദ്യ ഇന്ന് തന്നെ പരീക്ഷിച്ചു നോക്കൂ. പുതിയൊരു വിഷയമായി മറ്റൊരു എക്സ്പ്ലെയിനറിൽ നമുക്ക് വീണ്ടും കാണാം. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കുക. വിട.